ചെന്നൈയിൽ നിന്ന് ഗ്ലാസ്സിലോട് കയറ്റി മൈസൂരേക്ക് യാത്ര തിരിച്ചു. കയറ്റി കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. ബില്ലും കെട്ടി പുറപ്പെട്ടു. കുറച്ച് ദൂരം വന്നതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ചെറിയ രീതിയിൽ ഒരു സാമ്പാറും മുള്ളനുണക്കും വറുത്തുണ്ടാക്കി കഴിച്ചു. പിറ്റേ ദിവസം മൈസൂരെത്തി. ഉച്ചക്ക് രാഗി മുദ്ദയും മമ്പയർ മുളപ്പിച്ച കറിയും ചപ്പാത്തിയുമാണ് കഴിച്ചത്. കേരളക്കാരുടെ ഭക്ഷണവും കർണാടകക്കാരുടെ ഭക്ഷണവും തമ്മിൽ എത്ര ഡിഫറൻ്റാന്ന് നോക്കിയേ. ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്, ഹെയർപിൻ വളവുകളിൽ കേരളത്തിലെ വണ്ടികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഹോണിന്റെ സൗണ്ടില്ലായ്മയാണ്. എൻ്റെ വണ്ടിയുടെ ഹോൺ എതിർവശത്ത് നിന്ന് വരുന്ന വണ്ടികൾ കേൾക്കാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിൽ ചീത്ത കേൾക്കേണ്ടി വരാറുണ്ട്. ഞാൻ എതിരെ വന്ന വണ്ടി എയർ ഹോൺ അടിച്ച് വന്നതിനാൽ എനിക്ക് വളവിൽ നിർത്തിക്കൊടുക്കാൻ പറ്റി. പല ഹെയർപിൻ വളവുകളിലും അപകടങ്ങൾ സംഭവിക്കുന്നതിന് ഹോണിന്റെ ശബ്ദമില്ലായ്മ ഒരു കാരണമാകാറുണ്ട്. ആ വളവുകൾ പലതും പൊളിഞ്ഞത് കാണാം. ഇങ്ങനെ ദൂരയാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ ഹോണുകൾക്ക് കുറച്ചെങ്കിലും സൗണ്ട് കൂടുതൽ ഉണ്ടെങ്കിലും ഉപകാരപ്പെടും. പക്ഷെ അത് ചിലർ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. ഇന്നത്തെ യാത്രാവിശേഷം അവിടെ അവസാനിക്കുന്നു. പുതിയ യാത്രാവിശേഷവുമായി വീണ്ടും വരും.